എന്തായിരുന്നു എന്റെയൊക്കെ പ്ലാനിങ്? കുളു മണാലി, അപ്പുറത്ത് ഗോവ, ഇപ്പുറത്ത് ലഡാക്ക്, എല്ലാ ടൂറും അവസാനം ഊട്ടിക്ക് തന്നെ. ഉടുപ്പുണ്ട് വായിക്കല, ഉടുപ്പുണ്ട്. അതിനിപ്പോ എത്ര തന്നത്? അതാണ് 300 കുണയും കൊണ്ടേ 30,000 ചില ചെലക്കല്ലേ. എണ്ണയും തീർത്ത് വരുമോ? എണ്ണ തീർന്നാലും ഒരു 50 റുപ്യൊക്കെ അടിച്ചൂടെ? എവിടുന്ന് എടുത്തിട്ട്? എടാ വിഷയം അതല്ല, നമ്മുടെ സോളം വിധിയാക്കണ മോനില്ലേ, ഓനെ കാണാൻ ചേടാ. ഓന്റെ പോയി ചെക്കൻ അങ്ങോട്ട് പോയതൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ എഴുതി വെച്ചാണ് പോയത്. ഓന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഉമ്മാനെയും ബാപ്പാനെയും കിട്ടിയില്ലാന്നോ, പിന്നെന്തൊക്കെയോ ഓന് ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ 2K കിഡ്സിന്റെ കാര്യം തന്നെ പറയുന്നത്. ഇവർക്ക് ലക്ഷ്യബോധം ഉണ്ടോ? ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അടക്കുണ്ടോ? അതെന്തോ അങ്ങനെ വർത്തനം. മൂടുപോയി. ഇവിടെ ഇങ്ങനെ ചൊറിയും കുത്തിയിരുന്നാണ്ട് 2K കിഡ്സിന് ലക്ഷ്യബോധം ഉണ്ടാക്കാൻ നടക്കണ്ട. ചറ്റ ഒന്ന് കത്തിക്കേറി വരികയാണ്. സോള വഴി 2 ദിവസമായിട്ട് ഒരേ കരച്ചിലാ, പണിക്കൊന്നും പോകുന്നില്ല. ചേടാ അത് സങ്കടമായല്ലോ. ഞാനൊരു കേസ് സോഡ പറഞ്ഞു, ഇനിയിപ്പോ വെള്ളം കൂട്ടി അടിക്കേണ്ടി വരും. എന്ത് വർത്താനാടാ ഈ പറഞ്ഞ്? അവര് ചെറ്റ വർത്താനായി. ഞാൻ പറഞ്ഞ പിൻവലിക്കണം. എടാ ഇന്നേ വരെ വെള്ളം ഒഴിച്ച് സാധനം അടിക്കേണ്ട ഗതികേട് ഞാൻ വരുത്തിയിട്ടുണ്ടാ. എടാ സോഡ നമുക്ക് എവിടുന്ന് വാങ്ങിക്കൂടെ? സോഡ എവിടെയും കിട്ടൂലേ? അത് ശരി, സോഡ ഇപ്പൊ നിങ്ങളെ പ്രശ്നം. ചെറുക്കാതെ വണ്ടി കയറി. എടാ വണ്ടി നിർത്ത്, വെള്ളം മേടിക്കട്ടെ. എടാ ആ പയ്യനോടെ കണ്ട പോലെ ഉണ്ടല്ലോ. എടാ ഈ സോഡ വിധിയിലെ മോനല്ലേ? എടാ ചോദിച്ചോടാ. എടാ ഇവിടെ ക്യാ ഭായി, ക്യാ ചാഹിയേ? ക്യാബായോ? ഇത് ഹിന്ദിക്കാരനടാ. നീലടവൻ ഇത് അവൻ തന്നെടാ. ആ ഈ ഒന്ന് ഹിന്ദി ചോദിച്ചോക്ക്. ഹിന്ദിയിലോ? എന്തുവാടെ? തുമ്മാരെ തന്തക്ക നാം സോഡ മൊയ്തീനെ. ക്യാ സോഡ, ക്യാ മൊയ്തീൻ സാല. അടിക്കണ്ടോ? ഉണ്ടോന്നോ? സോഡ മൊയ്തീൻ കൊന്നാണ് ഇപ്പൊ ഒന്നിനെ. എന്തിനാടാ കൊന്നിട്ട്? എല്ലാവർക്കും ഞാൻ കാണിച്ചു തരടാ, ഞാൻ എന്താ അനാഥനോ. അവനെ ഞങ്ങൾ കത്തിയെടുക്കാൻ പോയതാണ്. എന്നാ പോയാലോ? ഇനിയിപ്പോ നേരെ കണ്ട ഊട്ടിക്കന്നല്ലേ? ഊട്ടിക്കോ? വിട വണ്ടി നാട്ടിക്ക്. അത് ഞാൻ അവിടെ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്ത്. ആർക്ക്? ഇവനാ? ഇവനല്ല, നമ്മക്ക്.